കാനഡയ്ക്ക് മേൽ ചുമത്തി ഇറക്കുമതി തീരുവ 30 ദിവസത്തേക്ക് മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് തീരുമാനം. മെക്സിക്കോയ്ക്ക് മേൽ ചുമത്തി ഇറക്കുമതി തീരുവയും ട്രംപ് താത്കാലികമായി നിർത്തിവെച്ചു. വിശദാംശങ്ങളുമായി ബനിഷ ബാബുവുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ബനിഷ, കാനഡയും യുഎസിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങി എന്നുള്ളതാണോ? എങ്ങനെയാണ് ധാരണയിലെത്തിയത്? അമിത നികുതി ഈടാക്കാനുള്ള നീക്കത്തിൽ വൈറ്റ് ഹൌസ് കടുത്ത വിമർശനം നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ പിന്മാറ്റം. മെക്സിക്കോയ്ക്ക് പിന്നാലെ കാനഡയ്ക്ക് മേൽ ചുമത്തിയ ഇറക്കുമതി തീരുവയും 1 മാസത്തേക്കാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ തീരുമാനം. സമാന രീതിയിലാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷൈൻബൗമുമായി ട്രംപിന്റെ ഫോൺ സംഭാഷണത്തിന് ശേഷം ഇറക്കുമതി തീരുവയും നിർത്തിവെച്ചത്. അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും അതിർത്തിയിലെ സുരക്ഷ ഉറപ്പിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ പിന്മാറ്റം വന്നിരിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യയും ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് അതിർത്തിയിൽ സുരക്ഷ ഉറപ്പുവരുത്താമെന്നും കുറ്റകൃത്യങ്ങളിലും ഫെന്റനിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും സഹകരണം ഉറപ്പാക്കാമെന്നാണ് കാനഡ സമ്മതിച്ചിരിക്കുന്നത്. യുഎസുമായുള്ള അതിർത്തിയിൽ 10,000-ഓളം കൂടുതൽ സൈനികരെ വിന്യസിക്കാമെന്ന് മെക്സിക്കോ ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് ഇപ്പോൾ മെക്സിക്കോയ്ക്ക് മേലെയുള്ള അധിക നികുതി കഴിഞ്ഞ ദിവസം ട്രംപ് പിൻവലിച്ചത്. ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് നടക്കുന്ന അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും തടയാനാകുമെന്നാണ് ട്രംപ് വിശദമാക്കുന്നത്. അതേസമയം ചൈനയ്ക്ക് മേൽ നികുത്തിയ 10% നികുതിയിൽ ഇതുവരെ ഇളവുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. കാനഡയ്ക്കെതിരെ യുഎസ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവയാണ് 1 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ധാരണയിൽ എത്തിയത്. ബനിഷ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.